ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കൂട്ടുകറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലേ കൂട്ടുകറി. സദ്യക്കൊന്നും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് കൂട്ടുകറി. പലരും പല രീതിയിലാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു അടിപൊളി കൂട്ടുകറിയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടല രാത്രി തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി വാരി കുക്കറിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് എടുക്കുന്ന പച്ചക്കറികൾ ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ്, 2 ഏത്തക്കായ പച്ചക്കായ, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക. ഇത്ര സാധനങ്ങൾ നമുക്ക് കടലയുടെ വലുപ്പത്തിൽ ഒന്ന് ചതുരത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി അരിഞ്ഞെടുത്ത എല്ലാ കഷ്ണങ്ങളും നമ്മൾ വേവിച്ച കടലയില്ലേ ആ കുക്കറിലേക്ക് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ വറക്കണ സമയത്ത് ചിരണ്ടി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുകയാണ്. ഒറ്റ കറക്കി എടുക്കുവാണെങ്കിൽ എല്ലാം ഒരേപോലെ ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിൽ ഇലം കുറച്ചിങ്ങനെ മൂക്കാത്ത പോലെ കിടക്കുന്നുണ്ട്. അവസാനത്തിന് എല്ലാം ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ മൂപ്പായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ഗരം മസാല. ഇത്തരം പൊടികളാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങയിലേക്ക്. നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കണം, ഇല്ലെങ്കിൽ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി ഇളക്കി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഒപ്പം തന്നെ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്ന തേങ്ങയില്ല, വറുത്തരച്ച തേങ്ങ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി കൂട്ടി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം നമുക്കിതിന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ള നിറത്തിലുള്ള ശർക്കരയാണ് കേട്ടോ.
നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പയിലേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു 3 വറ്റൽമുളക് 2-3 കഷ്ണമായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഇതെല്ലാം ഇവിടെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.